നമസ്കാരം. ആം ആദ്മി പാർട്ടിക്ക് മൂന്നാം ടേം ഉറപ്പെന്ന നിലയിൽ നിന്ന് ബി.ജെ.പിക്കും സാധ്യത നൽകുന്ന ഒന്നായി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ടോ? ഇന്ത്യ സഖ്യത്തിന് വളക്കൂറായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ നിന്ന് കോൺഗ്രസും ആപ്പും പരസ്പരം പോരടിക്കുക മാത്രമല്ല അതീവ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുക കൂടി ചെയ്തത് ആർക്കാണ് ഡൽഹിയിൽ ഗുണമാകുന്നത്? മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് വോട്ടുകൾ നേടി ഭരണത്തിലെത്താമെന്ന ബി.ജെ.പിയുടെ മോഹം നടക്കുമോ? രാജ്യം ഉറ്റുനോക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ജനങ്ങൾ ഭരണ തുടർച്ചയ്ക്കോ ഭരണമാറ്റത്തിനോ വോട്ട് ചെയ്തത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്നൊന്നായി അല്പസമയത്തിനകം എത്തിത്തുടങ്ങും. പ്രവചനം ആർക്കാണ് അനുകൂലമാകുന്നത്? ആം ആദ്മി പാർട്ടി ഭരണ തുടർച്ച നേടുമോ അതോ 27 വർഷത്തിന് ശേഷം ബി.ജെ.പി ഡൽഹി പിടിക്കുമോ? ഇതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉള്ളത്. അടുത്ത 1.5 മണിക്കൂർ ഈ വിഷയമാണ്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് മേൽക്കൈ ഉണ്ടാവുക? ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ പോളിംഗിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കൂടുമെന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. 5 മണി വരെ 57% പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാന കണക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ന്യൂസ് 18 സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ER രാഗേഷ് എന്നോടൊപ്പം ചേരുകയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് സജീവമായി തന്നെ ഡൽഹിയിൽ ഉണ്ടായിരുന്നയാളാണല്ലോ. ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഭരണ തുടർച്ച നേടുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തുടക്ക സമയത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യതയിൽ എത്തി. ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ ആളുകൾ എത്തിക്കഴിഞ്ഞപ്പോൾ ബി.ജെ.പി ചിലപ്പോൾ ആപ്പിനെ അട്ടിമറിച്ചേക്കാം, അങ്ങനെ ഒരു സൂചന കാണുന്നുണ്ടോ? ആദ്യഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ വലിയ ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടി നേരിട്ടിരുന്നു. കാരണം 2015-ലും 2020-ലും ഒക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ച ഉണ്ടായെങ്കിൽ 2025-ലെ തെരഞ്ഞെടുപ്പിലേക്ക് ആം ആദ്മി പാർട്ടി പോകുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ നേതാക്കളൊക്കെ തന്നെ ജയിലിലായിരുന്നു എന്നുള്ളതാണ്. അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ 5 മാസം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ വലിയൊരു പ്രതിസന്ധി ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നേരിട്ടിരുന്നു. അതായത് മുൻപുണ്ടായിരുന്ന ഒരു ഇമേജ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചത് മുഖ്യമന്ത്രി സ്ഥാനം. തുടർന്നാണ് അദ്ദേഹം ഈ പ്രചാരണത്തിൽ സജീവമായത്. ഏതായാലും ആദ്യഘട്ടത്തിൽ ബി.ജെ.പി അഴിമതിയൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാക്കി കൊണ്ടുവന്നിരുന്നു, അവിടെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ആം ആദ്മി പാർട്ടി കളം പിടിക്കുന്നതാണ് കണ്ടത്. ഏറ്റവും ഒടുവിലെത്തുമ്പോൾ ബി.ജെ.പി പോലും ഒപ്പത്തിനൊപ്പം, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് സാധ്യതകൾ പറയുന്ന തരത്തിലേക്ക് ആം ആദ്മി പാർട്ടി അട്ടിമറിക്കുമെന്നല്ല എങ്കിൽ പോലും ബി.ജെ.പി ഒരു 50-50 ചാൻസ് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. പ്രത്യേകിച്ച് ഈ കേന്ദ്ര ബജറ്റിലെ നികുതി ഇളവൊക്കെ തന്നെ അതെങ്ങനെ പ്രകടമാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഡൽഹിയിൽ മൊത്തം ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ 67% എന്ന് പറയുന്നത് മധ്യവർഗമാണ്. അതിൽ തന്നെ നികുതി അടയ്ക്കുന്നവർ വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് ഏതാണ്ട് ഡൽഹി ജനസംഖ്യ 1.5 ലക്ഷമാണ്. അതിൽ 30 ലക്ഷമെങ്കിലും നികുതി അടയ്ക്കുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഡൽഹിയെ സംബന്ധിച്ച് നിർണായകമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കണക്ക് വരുമ്പോൾ വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. മഞ്ജുഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 57.7 5 മണി വരെയുള്ള പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മുസ്തഫാബാദ് അടക്കമുള്ള പ്രദേശങ്ങളാണ്. അതായത് കഴിഞ്ഞ തവണ 2020-ൽ ഡൽഹി കലാപം നടന്ന പ്രദേശങ്ങളാണ്. ആ മേഖലയാണ് കാരവൽ നഗർ, മുസ്തഫ നഗറൊക്കെ. മുസ്തഫാബാദിലുണ്ടായിരിക്കുന്ന പോളിംഗ് എന്ന് പറയുന്നത് 67%. ഡൽഹിയിൽ ഇപ്പോൾ വന്ന കണക്ക് പ്രകാരം ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുസ്തഫാബാദിലാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഏതാണ്ട് ഡൽഹി ആ മണ്ഡലത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ 40% ന്യൂനപക്ഷ ജനസംഖ്യയുള്ള മണ്ഡലമാണ്. സീലംപൂരും, രാഹുൽ ഗാന്ധി പ്രചാരണം തുടങ്ങിയ തവണ സീലംപൂരിൽ നിന്നാണ്. അത് ന്യൂനപക്ഷ സ്വാധീന മണ്ഡലമാണ്. അവിടെയും 66% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മധ്യവർഗം ഏറ്റവും കൂടുതലുണ്ട്, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാരൊക്കെയുള്ള പ്രദേശമാണ് ന്യൂഡൽഹി മണ്ഡലം. അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്ന ന്യൂഡൽഹി ഉൾപ്പെടെ പട്ടേൽ നഗർ, രാജേന്ദ്ര നഗർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, അവിടെ കണക്ക് നോക്കുകയാണെങ്കിൽ താരതമ്യേന കുറവാണ് പോളിംഗ്. ഏതാണ്ട് 54% ന്യൂഡൽഹി മണ്ഡലത്തിന്റെ കണക്ക്. 5 മണി വരെ ന്യൂഡൽഹിയിൽ 54%, ഇതിനോട് ചേർന്ന് കിടക്കുന്ന പട്ടേൽ നഗർ, ആർക്കേപുരം തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ 50-ഉം 55%. അപ്പോൾ മധ്യവർഗം കൂടുതലുള്ള സ്ഥലങ്ങളിൽ താരതമ്യേന വോട്ടിംഗ് ശതമാനം കുറവായി രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇത്തവണത്തെ കണക്കുകൾ നോക്കിയാൽ കാണാം. എങ്കിൽ പോലും പ്രചാരണത്തിൽ കണ്ട ഒരു ആവേശം ഇത്തവണയുണ്ട്. പ്രത്യേകിച്ച് 62% കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെൻറ്റേജ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കണക്കിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. കാരണം 5 മണി വരെയുള്ള കണക്കുകൾ എന്ന് പറയുമ്പോൾ
6 മണി വരെ അവശേഷിക്കുന്നുണ്ട്. 6 മണിക്ക് ഔദ്യോഗികമായി തന്നെ വോട്ടിംഗ് സമയം കഴിഞ്ഞാലും സ്വാഭാവികമായും ആളുകൾ വോട്ട് ചെയ്യാൻ പലയിടത്തും ബൂത്തുകളിലും ക്യൂവിലുണ്ടാവും. അപ്പോൾ 62 കടന്നുകൊണ്ടൊരു പോളിംഗ് പെർസെന്റേജ് ഇത്തവണ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. ഇത്തവണ അപ്പോൾ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയാണോ ഡൽഹിയിലെ ജനത വോട്ട് ചെയ്തത്, അതോ ആം ആദ്മി പാർട്ടി നൽകുന്ന സൗജന്യങ്ങൾ അത് വീണ്ടും ആവർത്തിക്കുവാൻ അവർക്ക് അവസരം വീണ്ടും കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ ഡൽഹിയിലെ ജനത വോട്ട് ചെയ്തിരിക്കുന്നത്? ഇതറിയുവാൻ ഇനി ശനിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അതിനു മുൻപ് എന്താണ് ഡൽഹിയിലെ ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്നതിന്റെ ഏകദേശ സൂചനയുമായിട്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാൻ പോകുന്നത്. അല്പസമയത്തിനകം വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങും. ശ്രീ വിനോദ് മാത്യു വിൽസൺ, ആം ആദ്മി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ചേരുകയാണ്. വിനോദ്, എന്തായാലും ആം ആദ്മി പാർട്ടി പ്രതീക്ഷയിലാണല്ലോ അല്ലേ? പക്ഷേ BJP ഒരു വലിയ ഫൈറ്റ് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതില് പ്രധാനമായ 1-2 കാര്യങ്ങൾ പറയണം. എനിക്ക് തൊട്ടുമുമ്പ് സംസാരിച്ച് എനിക്ക് തോന്നുന്നു ചാനലിന്റെ മാധ്യമപ്രവർത്തകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല. ശ്രീ മഞ്ജുഷ് അദ്ദേഹം പറഞ്ഞ മുസ്തഫ നഗറിൽ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പെർസെന്റേജ് അവിടെ 70%. 70% മാട്രിക്സിന്റെ ഫലസൂചനയാണ്. എക്സിറ്റ് പോൾ ആദ്യ എക്സിറ്റ് പോൾ ഫലം വന്നിരിക്കുകയാണ്. മാട്രിക്സിന്റെ ഫലസൂചന അനുസരിച്ച് 35 മുതൽ 40 സീറ്റുകൾ വരെ BJPക്ക്, ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. അതായത് ഒരു തൂക്ക് സഭ എന്ന് വേണമെങ്കിൽ പറയാം. 36 സീറ്റുകളാണ് ആകെയുള്ള 70 സീറ്റിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. മാട്രിക്സിന്റെ ഫലസൂചന അനുസരിച്ച്, എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് BJPക്ക് 35 മുതൽ 40 സീറ്റ് വരെ, അതായത് പരമാവധി 40 സീറ്റുകൾ വരെ കിട്ടാം. അത് 35 ആയിട്ട് കുറയുകയും ചെയ്യാം. ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 വരെ, അതായത് പരമാവധി സീറ്റുകൾ 37, എന്നാൽ 32 സീറ്റുകൾ വരെ കുറയുകയും ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നേരിയ ഒരു എഡ്ജ് BJPക്ക് ഉണ്ട്. പക്ഷേ ഇതൊരു തൂക്ക് സഭ എന്നതിന്റെ സൂചനയാണ് അല്ലേ രാകേഷ്? 32-37 ആം ആദ്മി പാർട്ടിക്ക്, BJPക്ക് 35 മുതൽ 40 സീറ്റുകൾ വരെ. ഒരു സീറ്റ് കോൺഗ്രസിന് കിട്ടിയേക്കാം അല്ലെ? അതെ, മെട്രിക്സിന്റെ സർവേ പറയുന്നത് ആം ആദ്മി പാർട്ടി വേണമെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാം. പക്ഷേ 32 മുതൽ 37 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത്. അതിൽ തന്നെ കൂടുതൽ സീറ്റുകൾ അവർ നൽകുന്നത് BJPക്കാണ്. 35 മുതൽ 40 വരെ സീറ്റുകൾ നൽകുന്നുണ്ട്. കാരണം ഡൽഹി 70 മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 36 സീറ്റാണ്. കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ സമാനമായ രീതിയിൽ ഒരു സീറ്റ് പരമാവധി ലഭിച്ചേക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ 2 തവണത്തേതുപോലെ സീറ്റുകൾ ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോൾ മെട്രിക്സിന്റെ സർവേ. JVCയുടെ പോൾ എക്സിറ്റ് പോൾ ഫലവും വരുന്നുണ്ട്. അവിടെ നേരിയ മുൻതൂക്കം ഉള്ളത് ആം ആദ്മി പാർട്ടിക്കാണ്. 45 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയേക്കാം എന്നുള്ളതാണ് JVCയുടെ പോൾ പ്രഡിക്ഷൻ. എക്സിറ്റ് പോൾ ഫലം നൽകുന്ന സൂചന 70% മാട്രിക്സിന്റെ ഫലസൂചനയാണ്. എക്സിറ്റ് പോൾ ആദ്യ എക്സിറ്റ് പോൾ ഫലം വന്നിരിക്കുകയാണ്. മാട്രിക്സിന്റെ ഫലസൂചന അനുസരിച്ച് 35 മുതൽ 40 സീറ്റുകൾ വരെ BJPക്ക്, ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. അതായത് ഒരു തൂക്ക് സഭ എന്ന് വേണമെങ്കിൽ പറയാം. 36 സീറ്റുകളാണ് ആകെയുള്ള 70 സീറ്റിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. മാട്രിക്സിന്റെ ഫലസൂചന അനുസരിച്ച്, എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് BJPക്ക് 35 മുതൽ 40 സീറ്റ് വരെ, അതായത് പരമാവധി 40 സീറ്റുകൾ വരെ കിട്ടാം. അത് 35 ആയിട്ട് കുറയുകയും ചെയ്യാം. ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 വരെ, അതായത് പരമാവധി സീറ്റുകൾ 37, എന്നാൽ 32 സീറ്റുകൾ വരെ കുറയുകയും ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നേരിയ ഒരു എഡ്ജ് BJPക്ക് ഉണ്ട്. പക്ഷേ ഇതൊരു തൂക്ക് സഭ എന്നതിന്റെ സൂചനയാണ് അല്ലേ രാകേഷ്? 32-37 ആം ആദ്മി പാർട്ടിക്ക്, BJPക്ക് 35 മുതൽ 40 സീറ്റുകൾ വരെ. ഒരു സീറ്റ് കോൺഗ്രസിന് കിട്ടിയേക്കാം അല്ലെ? അതെ, മാട്രിക്സിന്റെ സർവേ പറയുന്നത് ആം ആദ്മി പാർട്ടി വേണമെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാം. പക്ഷേ 32 മുതൽ 37 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത്. അതിൽ തന്നെ കൂടുതൽ സീറ്റുകൾ അവർ നൽകുന്നത് BJPക്കാണ്. 35 മുതൽ 40 വരെ സീറ്റുകൾ നൽകുന്നുണ്ട്. കാരണം ഡൽഹി 70 മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 36 സീറ്റാണ്. കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ സമാനമായ രീതിയിൽ ഒരു സീറ്റ് പരമാവധി ലഭിച്ചേക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ 2 തവണത്തേതുപോലെ സീറ്റുകൾ ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോൾ മെട്രിക്സിന്റെ സർവേ. JVCയുടെ പോൾ എക്സിറ്റ് പോൾ ഫലവും വരുന്നുണ്ട്. അവിടെ നേരിയ മുൻതൂക്കം ഉള്ളത് ആം ആദ്മി പാർട്ടിക്കാണ്. 45 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയേക്കാം എന്നുള്ളതാണ് JVCയുടെ പോൾ പ്രഡിക്ഷൻ. എക്സിറ്റ് പോൾ ഫലം നൽകുന്ന സൂചന. അവിടെ JVCയുടെ കണക്കനുസരിച്ച് 39 മുതൽ അവിടെ BJPക്കാണ് 39 മുതൽ 45 സീറ്റുകൾ വരെ JVC കണക്കനുസരിച്ച് BJPക്ക് കിട്ടാം. അതായത് കേവല ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ അവിടെ കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നത് BJPക്കാണ്. JVCയുടെ പോളാണ് ഞാനിവിടെ വായിച്ചത്, ഇപ്പോൾ കാണിക്കുന്നതല്ല. ആം ആദ്മി പാർട്ടിക്ക് 22 മുതൽ 31 സീറ്റുകൾ വരെ,
പീപ്പിൾസ് ഇൻസൈറ്റിന്റെ ഫലമനുസരിച്ച് BJPക്ക് 40 മുതൽ 44 സീറ്റുകൾ വരെ, 25 മുതൽ 29 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക്, അവിടെയും കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടിയേക്കാം എന്നുള്ളതാണ്. അതായത് 3 ഫലങ്ങൾ വന്നപ്പോൾ മാട്രിക്സ് എക്സിറ്റ് പോൾ അനുസരിച്ച് തൂക്കുസഭയാണ്. JVCയുടേത് അനുസരിച്ച് BJPക്കാണ് മേൽക്കൈ. അത് 39 മുതൽ 45 സീറ്റുകൾ വരെ ആകാം. 22 മുതൽ 31 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് 2 സീറ്റുകൾ കോൺഗ്രസിന് കിട്ടിയേക്കാം. പീപ്പിൾസ് ഇൻസൈറ്റ് അനുസരിച്ച് 40 മുതൽ 44 സീറ്റുകൾ വരെ BJPക്ക് കിട്ടുമെന്നാണ്. ആം ആദ്മി പാർട്ടിക്ക് 25 മുതൽ 29 സീറ്റുകൾ വരെ, അവിടെ ഒരു സീറ്റ് കോൺഗ്രസിന് കിട്ടിയേക്കാം എന്നുള്ളതാണ്. അങ്ങനെ 2 എക്സിറ്റ് പോൾ ഫലങ്ങളും നൽകുന്നത് BJPക്ക് ജയിക്കാൻ സാധിക്കും ഡൽഹിയിൽ എന്നുള്ളതാണ്. പീപ്പിൾസ് പൾസിന്റെ അനുസരിച്ച് 10 മുതൽ 19 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് എന്നുള്ളതാണ് പീപ്പിൾസ് പൾസ്. 51 മുതൽ 60 സീറ്റുകൾ വരെ പീപ്പിൾസ് പൾസ് പ്രവചിക്കുകയാണ്. ആർക്ക്? BJPക്ക്. അങ്ങനെ 4 എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ വന്നപ്പോൾ അതിൽ 3ഇടത്തും BJPക്ക് മേൽക്കൈ എന്നുള്ളതും ഒരിടത്ത് തൂക്കുസഭ എന്നുള്ളതുമാണ്. രാകേഷ്, അതെ, ഇപ്പോൾ ചാണക്യയുടെ സർവേ പ്രകാരം ആം ആദ്മി പാർട്ടി 28 സീറ്റിൽ ഒതുങ്ങും എന്നാണ് പറയുന്നത്. അതായത് 25 മുതൽ 28 സീറ്റ് വരെയാണ് ആം ആദ്മി പാർട്ടിക്ക് ചാണക്യ പ്രവചിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയും BJPക്ക് തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. പീപ്പിൾസ് പ്ലസ് ആണ് വലിയ മാർജിനിൽ BJP ഒരു ഏകപക്ഷീയമായ നിലയിൽ കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി ജയിച്ചതിന് പോലെയോ അല്ലെങ്കിൽ അതിനടുത്ത് നിൽക്കുന്ന തരത്തിൽ വിജയിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. 60 സീറ്റ്, അതായത് BJP 51 മുതൽ 60 വരെ സീറ്റുകൾ നേടും എന്നാണ് പീപ്പിൾസ് പ്ലസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി 10 മുതൽ 19 സീറ്റ് വരെ, പരമാവധി 19 സീറ്റുകൾ ഒതുങ്ങും എന്നാണ് പീപ്പിൾസ് പ്ലസിന്റെ സർവേ. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ചാണക്യ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കൃത്യമായ പ്രവചനമായിരുന്നു. ചില തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ചില ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ഏതാണ്ട് ആക്യുറേറ്റ് ആയി പ്രവചിച്ച ഏജൻസിയാണ്. എത്ര വരെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ P മാർക്കിന്റെ വന്നിട്ടുണ്ട്. അത് എക്സിറ്റ് പോൾ അനുസരിച്ച് 39 മുതൽ 49 സീറ്റുകൾ വരെ BJPക്ക്, ആം ആദ്മി പാർട്ടിക്ക് 21 മുതൽ 31 സീറ്റ് വരെ. ഇവിടെയും കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടുമെന്നാണ് P മാർക്ക് എക്സിറ്റ് പോൾ ഫലവും പറയുന്നത്. 39 കുറഞ്ഞ സീറ്റ്, 49 സീറ്റുകൾ വരെ BJPക്ക് കിട്ടുമെന്നാണ്. പക്ഷേ കേവല ഭൂരിപക്ഷം ആം ആദ്മി പാർട്ടിക്ക് കിട്ടില്ല എന്നാണ് P മാർക്കിന്റെ എക്സിറ്റ് പോൾ ഫലം നൽകുന്ന സൂചന. അതായത് ഒരു സർവേയിലും ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ഇപ്പോൾ ഇത് കോടീകരിച്ച് പറയുകയാണെങ്കിൽ മാട്രിക്സിന്റെ എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 സീറ്റുകൾ വരെ, BJPക്ക് 35 മുതൽ 40 സീറ്റുകൾ വരെ എന്നാണ്. JVCയുടെ 22 മുതൽ 31 വരെ ആം ആദ്മി പാർട്ടിക്ക്, അതേസമയം 39 മുതൽ 45 സീറ്റുകൾ വരെ BJPക്ക് കിട്ടാം എന്നുള്ളതാണ്. JVCയുടേതാണ് ഇപ്പോൾ കാണുന്നത്. 21 മുതൽ 32 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക്, BJPക്ക് 39 മുതൽ 45 സീറ്റുകൾ വരെ. അവിടെ 2 സീറ്റ് കോൺഗ്രസിന് പറയുന്നുണ്ട്. കേവല ഭൂരിപക്ഷം BJPക്കാണ് പറയുന്നത്. രാകേഷ്, ഇതൊരു ട്രെൻഡ് ആകുമോ? എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇവിടെ തിരിച്ചു വാദിക്കുവാനും അവസരമുണ്ട് അല്ലേ? അതെ, ഡൽഹിയിലെ തന്നെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത്തരം വാദങ്ങൾ ഉന്നയിക്കാം. എക്സിറ്റ് പോളുകൾ എല്ലാ കാലത്തും ശരിയായ പതിവുമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തെ ഡൽഹി എക്സിറ്റ് പോളുകളൊക്കെ നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി കേവല ഭൂരിപക്ഷം, ആം ആദ്മി പാർട്ടി ഒരുപക്ഷെ 45 സീറ്റുകൾ വരെയാണ് കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടി 62 സീറ്റുകൾ നേടിയാണ് വിജയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തവണ നോക്കുമ്പോൾ മഞ്ജുഷ് സൂചിപ്പിച്ചു തന്നെയാണ് കാര്യം. കാരണം ഇതുവരെ 4 എക്സിറ്റ് പോളുകൾ വന്നെങ്കിൽ ഈ 4ഉം BJP അധികാരത്തിൽ വരും എന്ന് പ്രവചിക്കുകയാണ്. അതിൽ തന്നെ മെട്രിക്സിന്റെ കണക്ക് BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം അവർ പറയുന്നുണ്ട്. 35 മുതൽ 40 വരെ സീറ്റുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായി കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന തരത്തിലൊരു പ്രകടനം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. P മാർക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് BJPയെ വിലയിരുത്തുന്നത്. BJPയുടെ പ്രകടനം 39 സീറ്റുകൾ, പരമാവധി 39 സീറ്റുകളിലേക്ക് BJP എത്തും. ഏറ്റവും കുറഞ്ഞത് 39 സീറ്റുകൾ BJPക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ പരമാവധി അവർ 49 വരെ പോകാമെന്നാണ് പറയുന്നത്. ആം ആദ്മി പാർട്ടി 21 മുതൽ 31 സീറ്റുകൾ വരെ ഒതുങ്ങുമെന്നും പറയുന്നുണ്ട്. JVC ആണ് ഇപ്പോൾ BJP, അവിടെയും 39 മുതൽ, പോൾ ഡയറുടെ ആണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. അതിൽ പ്രകാരം 39 മുതൽ 45 വരെ സീറ്റുകൾ BJP നേടുമെന്ന് പറയുമ്പോൾ ആം ആദ്മി പാർട്ടി പരമാവധി 31 സീറ്റ്, 21 മുതൽ 31 സീറ്റ് വരെ നേടും എന്ന് പറയുന്നു. കോൺഗ്രസിന് പരമാവധി 2 സീറ്റ്. ഇതാണ് പോൾ ഡയറിയുടെ കണക്കുകൾ. ഇങ്ങനെ ഇപ്പോൾ പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളും BJPക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് പറയുന്നതാണ്. തീർച്ചയായും പീപ്പിൾസ് പൾസിന്റെ കണക്ക് എന്ന് പറയുന്നത്